കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഡി.കെ. ശിവകുമാർ സമ്മർദ്ദം ശക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബാക്കിയുള്ള കാലാവധി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് ഡി.കെ. ശിവകുമാർ കഴിഞ്ഞ വർഷം മുതൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ടി.ജെ. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, കർണാടകയിൽ വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാവുകയാണ്. ചർച്ചയിൽ എന്തെങ്കിലും പരിഹാരമാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഡി.കെ. ശിവകുമാറിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത അതെത്രത്തോളമാണ്? അനുശ്രീ, കോൺഗ്രസിനെ സംബന്ധിച്ച് കർണാടക ഒരു കുഴയ്ക്കുന്ന പ്രശ്നമായി മാറുകയാണ്. 2023 ചുമതലയേറ്റതാണ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. അന്ന് തന്നെ ഉണ്ടായ തർക്കമാണ് ഡി.കെ. ശിവകുമാറിനാണോ അല്ലെങ്കിൽ സിദ്ധരാമയ്യക്കാണോ മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടതെന്ന് സംബന്ധിച്ച്. ഡി.കെ. ശിവകുമാറാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചതെങ്കിലും അന്ന് സിദ്ധരാമയ്യയുടെ ജനപ്രീതി കണക്കിലെടുത്തുകൊണ്ടാണ്, ഒപ്പം മുതിർന്ന നേതാവെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യക്ക് കൈമാറിയത്. പക്ഷേ അന്ന് മുതൽ തന്നെ രണ്ട് അധികാര കേന്ദ്രങ്ങളാണ് സർക്കാരിൽ രൂപപ്പെടുന്നത്. ഒരാൾ ഉപമുഖ്യമന്ത്രിയാണ്, ഒരാൾ മുഖ്യമന്ത്രിയാണ്. ഡി.കെക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരു പക്ഷത്തുണ്ട്, സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന മുതിർന്ന നേതാക്കൾ മറുപക്ഷത്തുണ്ട്. ഇതാണ് സാഹചര്യം. ഈ തർക്കം ഇപ്പോൾ ഭരണതലത്തിലും ബാധിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടാവുന്നത്. മുമ്പും പല ഘട്ടങ്ങളിലായി ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു അനുനയ ശ്രമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഒടുവിൽ ഇപ്പോൾ രണ്ട് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം കെ.സി. വേണുഗോപാലും അടക്കമുള്ളവരാണ് ഈ വിഷയത്തിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് ഈ തർക്ക വിഷയങ്ങളിൽ പലപ്പോഴും വിഷയങ്ങൾ നീട്ടിവെച്ചത് വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് കർണാടകയിലെ സാധാരണ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു വികാരം. മന്ത്രിസഭയിലേക്ക് പോലും ഈ തർക്കം പ്രകടമാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതിലൊരു തീരുമാനം ആവശ്യപ്പെടുന്നത്. ഇനി അവശേഷിക്കുന്ന ഏകദേശം 1.5 വർഷത്തോളം വരുന്ന സമയം തനിക്ക് വേണം എന്നതാണ് ഡി.കെ. ശിവകുമാർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അദ്ദേഹം ശക്തമായി ഉന്നയിക്കാനുള്ള നീക്കവുമുണ്ട്. അതല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്ന സൂചനകളുമുണ്ട്. തീരുന്നില്ല. അതിനുമപ്പുറം മന്ത്രിസഭാ പുനഃസംഘടന എന്ന മറ്റൊരു അജണ്ട കൂടി കർണാടകയിലെ കോൺഗ്രസിന് മുന്നിലുണ്ട്. കാരണം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. ഇപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന പല പ്രമുഖ നേതാക്കളുമുണ്ട്. അവരെ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവണമെന്ന ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അപ്പോൾ കർണാടക സർക്കാരിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത് സിദ്ധരാമയ്യയെ മാറ്റി ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പുതിയൊരു മുഖമുണ്ടാവണമെന്ന ആവശ്യം ഉയരുന്ന ഒരു വിഭാഗമുണ്ട്. ഡി.കെ. ശിവകുമാറാണ് പ്രചരണ രംഗത്ത് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആവണം, അദ്ദേഹം തന്നെ നയിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരുണ്ട്. അതേസമയം സിദ്ധരാമയ്യ തന്നെ തുടരണമെന്ന് വാദിക്കുന്ന മറുഭാഗവുമുണ്ട്. ഈ വിഷയത്തിലാണ് തീരുമാനം ഉണ്ടാവേണ്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ കർണാടകയിൽ നിന്നുള്ള വ്യക്തിയാണ്. കർണാടകയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം എന്ത് എന്നത് നിർണായകമാണ്. എന്തായാലും ഇരുപക്ഷവുമായി യോജിച്ച് പോകുന്ന ഒരു നിലപാടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. തങ്ങൾ ഇരുവരും ഡൽഹിക്ക് പോകുന്നു, എന്തിനാണ് വിളിപ്പിച്ചിരിക്കുന്നത് എന്നറിയില്ല, സംഘടനാ കാര്യങ്ങൾ തീരുമാനമുണ്ടായേക്കും എന്ന ഒരു പ്രതീക്ഷ ഇരു നേതാക്കളും ഇന്നലെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർണാടകയ്ക്ക് പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകുമോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എന്തായിരിക്കുമെന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. ശരി, കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടി.ജെ. സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.